ഇന്നലെ നമ്മൾ വെട്ടിയെടുത്ത പാൻറ് ഇന്ന് നമ്മൾ തയ്ക്കാൻ പോവുകയാണേ. തയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ പാൻറ്റിൻ്റെ രണ്ട് കാലുവശമല്ലേ രണ്ടും എടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ സീറ്റ് വശം ആണ് തയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക് പീസിൻ്റെ സീറ്റ് വശം രണ്ടും കൂട്ടിച്ചേർക്കണം. അതുപോലെ തന്നെ ഫ്രണ്ട് പീസിൻ്റെ കൂട്ടിച്ചേർക്കണം. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമ്മളതിന് വള്ളി ഇടുന്നില്ലേ, ആ വള്ളി ഇടുമ്പോൾ അതിന് തുറയിടണം. അതായത് ഒരു ശകലം ഒരു 3 സെൻറ്റിമീറ്റർ നീളത്തിൽ 3-2 നീളത്തിൽ ശകലം ഇട്ടിട്ട് നമ്മൾ കൂട്ടിച്ചേർക്കാവുള്ളേ. എന്നിട്ട് നമ്മളതിന് മുകൾ വശത്തിൻ്റെ പടി മടക്കി അടിക്കുമ്പോൾ ഒരു ഇഞ്ച് ഒരു ശകലം, ഞാനത് ഇതിനകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, 1 ഇഞ്ച് മാത്രം നിൽക്കാവുള്ളൂ. ബാക്കി സ്ഥലം നമ്മൾ മടക്കി അടിക്കണം. അത്രയും ഭാഗമാണ് ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിലെ 2 പീസിൻ്റെയും കൂടെ സീറ്റ് വശം നമ്മൾ ഒന്നിച്ച് പിടിച്ച് വെച്ച് അടിക്കണം കേട്ടോ. അഴുക്ക് പുറത്തൂടെ അടിക്കാവുള്ളേ, നല്ല പുറത്ത് അടിക്കരുത്. എന്നിട്ട് അത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ ആദ്യം ഒന്ന് അടിച്ചെടുക്കണം. 2 പ്രാവശ്യം അടിച്ചോണം. ഇനി നല്ല കാണിയൊക്കെയാണ് ഒന്നടിച്ചാലും മതി, എങ്കിലും അത് നമ്മൾ ഒന്ന് കൂട്ടിച്ചേർത്ത് ഒന്ന് അടിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പീസ് എടുക്കുവാണേ കണ്ടോ. രണ്ടാമത്തെ പീസ് എടുത്തിട്ട് നമ്മൾ അതിന് ഞാൻ പറഞ്ഞ പോലെ ഒരു 3 സെൻറ്റിമീറ്ററോ 2.5 ഇട്ടാലും മതി. നമ്മൾ ഇത്രയും സ്ഥലം വിട്ടിട്ട് നമ്മളത് കൂട്ടിച്ചേർക്കാവുള്ളൂ. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മളതിനകത്തൂടെ വള്ളി കയറ്റി വരുമ്പം ഒരു ശകലം സ്ഥലം കിടക്കണം, ഒത്തിരി വേണ്ട. എന്നിട്ട് അത് തയ്ച്ചതിന് ശേഷം നമ്മൾ ആ 2 പീസിൻ്റെ ഫ്രണ്ട് വശത്തിൻ്റെ 2 പീസും കൂട്ടിച്ചേർത്തില്ലേ, ആ കൂട്ടിച്ചേർത്തതിനെ ചേർത്ത് വെച്ച് ഒന്നുകൂടി ഒന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഓപ്പണായിട്ട് ഇരിക്കത്തില്ലേ. അടിച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ തുറപ്പിടുന്ന അത്രയും ഭാഗം, ഞാനിവിടെ ഒരു 2.25 ഇഞ്ച് ഞാൻ തുറപ്പിട്ടിട്ടുണ്ട്. ഇനി ഒത്തിരി ഹൈറ്റൊക്കെ ഉള്ളവരാണ് വേണം 3 ഇഞ്ച് തുറപ്പിടാം. എന്നിട്ട് നമ്മൾ ആ തുറപ്പ് വശം നമ്മൾ അടിക്കുമ്പോൾ എപ്പോഴും ഓർത്തോണം, അതിൻ്റെ 2 എഡ്ജും കൂടെ അല്ലെ 2 സൈഡും കൂടെ ആ തേരി വശം രണ്ടും കൂടെ നമ്മൾ ഒന്ന് പുറത്തുകൂടി ഒന്ന് അടിച്ചേക്കണം. അപ്പം നല്ല അതിങ്ങനെ ഒതുങ്ങിയിരിക്കും, പൊങ്ങിയിരിക്കത്തില്ല. അത് ഞാനിവിടെ തുറപ്പ് വശം ഞാൻ പടി മടക്കി വരുമ്പോൾ മുകളിലെ ഇറക്കത്തിന് നമ്മൾ പടി മടക്കത്തില്ലേ, അതിലൂടെയാണല്ലോ നമ്മൾ വള്ളി കയറ്റുന്നത്. ആ പടി മടക്കി കഴിയുമ്പോൾ 1 ഇഞ്ച് വല്ലതും മതി ആ തുറപ്പിൻ്റെ ആകെ നീളവേ, അതുകൂടി ഓർത്തോണം. ഇനി നമ്മളത് പടി മടക്കാൻ പോവാം. പടി മടക്കുമ്പോൾ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് അകത്തോട്ട് ശകലം ഒന്ന് മടക്കി വെക്കണം. എന്നിട്ട് അടുത്തത് നമ്മൾ ഒരു 1 സെൻറ്റിമീറ്റർ വീതിയിലാണ് ഞാൻ പടി മടക്കിയിരിക്കുന്നത്. 1 സെൻറ്റിമീറ്റർ എടുത്തിട്ടുള്ളൂ. അത് അവസാനം വരെ, അതായത് നമ്മുടെ വണ്ണത്തിന് അത്രയും ചുറ്റും നമ്മൾ ആ 1 സെൻറ്റിമീറ്റർ മാത്രമേ എടുക്കാവുള്ളൂ. ഇടയ്ക്ക് കൂടിപ്പോവുകയും കുറഞ്ഞു പോവുകയും ചെയ്യരുത്. അത് മടക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. അതുപോലെ തന്നെ നമ്മൾ മടക്കി അടിക്കുമ്പോൾ ചുളുങ്ങരുത് ഒട്ടും. 2 സൈഡും കൂടെ ഒപ്പത്തി വെച്ചതിന് ശേഷം നമ്മൾ അടിക്കാവുള്ളൂ. ഇനി അങ്ങനെ ചുളുങ്ങി പോകുന്ന മടക്കം എല്ലാം ഒരുപോലെ വരികയാലെന്ന് ഉറപ്പുള്ളവരെ വേണേൽ ആദ്യം അതിനകത്ത് ഒന്ന് അടിച്ചിട്ട് രണ്ടാമത് അടിച്ചോണം. ഞാനിത് ഇതുപോലെ ഒരു 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 ഇഞ്ച് മാത്രമേ ഞാൻ ഇതിന് വീതി ഇടുന്നുള്ളേ. ഇത് ഇങ്ങനെ വട്ടത്തിൽ നമ്മൾ അടിച്ചെടുക്കണം. അപ്പോൾ തുറപ്പുമായി നമ്മൾ മുകൾ വശം വള്ളി കയറ്റാനുള്ള പീത്തയും നമ്മൾ അടിച്ചെടുത്തു.
ഇന്നത്തെ നമ്മുടെ തയ്യൽ തീർന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം നാളത്തെ വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ നാളത്തെ വീഡിയോയും കാണണേ ഇത് കണ്ടതിന് ശേഷം. ഇനി നമുക്ക് നാളെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാല് രണ്ടും കൂടെ കൂട്ടി അടിക്കുക. എന്നിട്ട് അടിവശം, കാലിൻ്റെ അടിവശത്ത് നമ്മൾ മടക്കി അടിക്കുമല്ലേ, അങ്ങനെ ചുമ്മാ അത് മടക്കി അടിക്കാതെ നമ്മൾ ആ കാലിന് അടിവശത്തെ കറക്റ്റിന് നീളം പിടിച്ചതിന് ഇറക്കം എത്രയാണെന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു 1.5 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മളൊരു തുണി വെട്ടി 2 കാലിന് അടിയിലും വെച്ചൊന്ന് അടിക്കണം, ഒരു കട്ടി കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് അത് നമ്മൾ അതിൻ്റെ പുറമേ കൂടെ 3 പ്രാവശ്യവും കൂടെ ഒന്ന് അടിച്ചാൽ മതി. നാളെ ഞാനത് കാണിക്കാവേ. ഇത് നമ്മുടെ പാൻറ് തയ്യലിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. ഇതിന് മുമ്പ് ഇട്ടതൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് കാണാവുള്ളേ, എങ്കിലേ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അവസാന ഭാഗം നാളെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കല്ലേ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് പരിഹരിക്കാവേ.